യു പി എസ് സിയുടെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കി നമ്മൾ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പ്രിലിംസ് മറികടക്കാവുന്നേ ഉള്ളൂ. ഉദാഹരണത്തിന് ഇപ്പൊ ഈ പറഞ്ഞ ആനിവേഴ്സറി തീംസ്, ഈ ആനിവേഴ്സറി തീംസ് തന്നെ യു പി എസ് സിയുടെ ഒരു ഇഷ്ടപ്പെട്ട ഏരിയയാണ്. എല്ലാ വർഷവും അത്തരം ഒരു ഏരിയയിൽ നിന്ന് യു പി എസ് സി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 2019 എടുക്കുക, മഹാത്മാഗാന്ധിയുടെ 150-ാം വാർഷികമായിരുന്നു 2019. ആ 2019 അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധി ഒരു ഇമ്പോർട്ടന്റ് തീമായിരുന്നു. അതേപോലെ തന്നെ പ്രിലിംസിൽ യു പി എസ് സി മഹാത്മാഗാന്ധിയെ പറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത്തരത്തിൽ ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഇവന്റുകൾ, ആനിവേഴ്സറി ആഘോഷിക്കുന്ന പേഴ്സണാലിറ്റികൾ, അല്ലെങ്കിൽ ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഓർഗനൈസേഷനുകൾ, ഇതെല്ലാം യു പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ്. അത്തരത്തിൽ ഇപ്പോൾ 2025 പ്രിലിംസ് എടുക്കുകയാണെങ്കിൽ ഒരു 14ഓളം തീമുകൾ നമുക്ക് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ആ ഒരു തീമിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ആ 14 തീമുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഉദാഹരണത്തിന് ആദ്യമേ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 75-ാം വാർഷികം വളരെ വിപുലമായി നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ PIB ഒരു ഫയൽ ഇറക്കിയിരിക്കുകയാണ്, 75 ഫാക്ട്സ് അബൌട്ട് 75 ഇയേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഒഫീഷ്യൽ ഗവൺമെന്റ് ഏജൻസിയാണ് ആ ഫയൽ ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലെ ഓരോ ഫാക്ടും നമ്മൾ അറിഞ്ഞിരിക്കാൻ ബാധ്യസ്ഥരാണ്. യു പി എസ് സിക്ക് ഹൈ പ്രയോറിറ്റി ആയിട്ട് ആ 75 ഫാക്ട്സ് ഏതെങ്കിലും ഒരു ഫാക്ട് ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ 75 ഫാക്ട് അടങ്ങുന്ന ഫയൽ നമ്മൾ പഠിക്കണം. മറ്റെന്തൊക്കെ നമ്മൾ പഠിക്കണം ഈ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി? മേ ബി കമ്മിറ്റീസ്, ഒരുപാട് കമ്മിറ്റീസ് ഉണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ. ഓരോ കമ്മിറ്റിയുടെയും ഹെഡ് ആരായിരുന്നു? ഫണ്ടമെന്റൽ റൈറ്റ് കമ്മിറ്റിയുടെ ഹെഡ് ആരായിരുന്നു? സർദാർ പട്ടേൽ ആയിരുന്നു. അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ചെയർ ചെയ്യുന്ന ആരായിരുന്നു? ആദ്യത്തെ വൈസ് ചെയർമാൻ ആരായിരുന്നു? അത്തരത്തിൽ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാം. അതുമല്ലെങ്കിൽ നമുക്കറിയാം 106-ാം ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സായി, ഒരു വലിയ ഐക്കോണിക് ബില്ലായിരുന്നു. വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്ന, സംവരണം കൊടുക്കുന്ന ഒരു ബില്ല്. അതേ അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സീക്കുകയാണെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ തന്നെ മെമ്പർ ആയിരുന്ന വനിതകൾ ആരൊക്കെയായിരുന്നു? അതൊരു ഇമ്പോർട്ടന്റ് തീമാണ്. അതിനെപ്പറ്റി ക്വസ്റ്റ്യൻസ് വരാം. അതുമല്ലെങ്കിൽ 1950 75 വർഷം മുമ്പ് നമ്മൾ കൊടുത്തത് നമ്മുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. അപ്പൊ 1950 ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്ന ഫണ്ടമെന്റൽ റൈറ്റുകൾ ഏതൊക്കെയായിരുന്നു? അല്ലെങ്കിൽ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 19 കൊടുത്തിരുന്ന റീസണബിൾ റിസ്ട്രിക്ഷൻസ് ഏതെങ്കിലും ഉണ്ടായിരുന്നു ഒറിജിനലിൽ? അതോ എല്ലാ റീസണബിൾ റിസ്ട്രിക്ഷൻസും ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നോ? ഇത്തരത്തിലുള്ള ആംഗിളിലായിരിക്കും യു പി എസ് സി ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ തീം ഈ ആംഗിളിൽ നമ്മൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റും. ഇനി ഇത്തരത്തിൽ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ആര്യ സമാജ് ഉണ്ടാക്കിയിട്ട് 150 വർഷമാകുകയാണ് 2025. ആര്യ സമാജിന്റെ ഫൗണ്ടർ ആരാണ്? അവരുടെ ഐഡിയോളജി എന്താണ്? അവരുടെ കീ പ്രിൻസിപ്പിൾസ്, ഉദാഹരണത്തിന് ദയാനന്ദ സരസ്വതി സത്യാർത്ഥ പ്രകാശം എന്ന് പറഞ്ഞ ബുക്കിൽ പറഞ്ഞിട്ടുള്ള കീ പ്രിൻസിപ്പിൾസ് ഓഫ് ആര്യ സമാജ് അതെന്തൊക്കെയാണ്? അവരെന്താണ് പ്രൊമോട്ട് ചെയ്തിരുന്നത്? എന്തിനൊക്കെയാണ് അവർ എതിർത്തിരുന്നത്? ആര്യ സമാജുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്ന ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റീസ് മറ്റാരൊക്കെയാണ്? ഉദാഹരണം ലാലാ ലജ്പത് റായ്. അത് വേണമെങ്കിൽ യു പി എസ് സിക്ക് ചോദിക്കാം. ഇനി അതല്ലെങ്കിൽ വേറെ ഓർഗനൈസേഷൻ ഉണ്ട്. കഴിഞ്ഞ വർഷം പൊളിറ്റിക്കൽ പാർട്ടീസും അവരുടെ ഫൗണ്ടേഴ്സും ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നു. RSSന്റെയും CPIയുടെയും രാജ്യത്തെ 2 പ്രധാനപ്പെട്ട പാർട്ടികളുടെ അല്ലെങ്കിൽ അസോസിയേഷൻസിന്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിന്റെ 100-ാം വാർഷികമാണ് 2025. രണ്ടും ഉണ്ടാക്കിയിട്ടുള്ളത് 1925-ലാണ്. അപ്പൊ അവരുടെ ഉണ്ടാക്കിയ ലൊക്കേഷൻ, ഫൗണ്ടർ ആരായിരുന്നു? അവരുടെ കീ പ്രിൻസിപ്പിൾസ് എന്തായിരുന്നു? ഇത്തരത്തിലും ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യപ്പെടാം. ഓർഗനൈസേഷൻസിൽ നിന്ന് നമ്മൾ കീ ഇവന്റ്സിലോട്ട് പോവുകയാണെങ്കിൽ വൈക്കം സത്യാഗ്രഹ, സോഷ്യൽ റിഫോം ഹിസ്റ്ററിയിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് ഇന്ത്യയിലെ വൈക്കം സത്യാഗ്രഹ. അപ്പൊ വൈക്കം സത്യാഗ്രഹ എവിടെയാണ് നടന്നത്? അന്നത്തെ ഏത് പ്രിൻസ്ലി സ്റ്റേറ്റിലായിരുന്നു വൈക്കം സത്യാഗ്രഹ? എന്തായിരുന്നു അവരുടെ കോസ്? ആരൊക്കെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലീഡേഴ്സ്? നാഷണൽ ലെവലിൽ ഏതെങ്കിലും ലീഡേഴ്സ് അത് ഇൻവോൾവ് ആയിരുന്നോ? ഫൈനലി എന്തായിരുന്നു അതിന്റെ ഔട്ട്പുട്ട്? ഇതൊക്കെ യു പി എസ് സിക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനുകളാണ്. വൈക്കം സത്യാഗ്രഹ 1924 തുടങ്ങി 25-ലാണ് അവസാനിച്ചത്. അപ്പൊ അവരുടെ അച്ചീവ്മെന്റിന്റെ ഒരു 100-ാം വാർഷികമാണ് 2025. വേറെയും ഉണ്ട്. ഗവൺമെന്റ് സ്കീമുകൾ എടുക്കുക. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ഒരു സ്കീമാണ്. അത് 10-ാം വാർഷികം സെലിബ്രേറ്റ് ചെയ്യുകയാണ് 2025. അതിനെപ്പറ്റി ഗവൺമെന്റ് തന്നെ ഒന്ന് പാർലമെന്റിലുള്ള ഒരു ഡോക്യുമെന്റ് ഇറക്കിയിട്ടുണ്ട്. പിന്നെ BBPയുടെ 10-ാം വാർഷികം സെലിബ്രേഷൻ ആയിട്ട് തന്നെ ഗവൺമെന്റ് ആചരിച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് BBPയുടെ അച്ചീവ്മെന്റ്സ്, എന്തൊക്കെയാണ് അതിന്റെ പോരായ്മകൾ? വേണമെങ്കിൽ അത് മെയിൻസിനും ചോദിക്കാം. ഇത് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലുള്ള സ്കീമാണ് എന്ന് വേണമെങ്കിൽ പ്രിലിംസിൽ ചോദിക്കാം. ഇനിയും ഉണ്ട് ഇതേ വർഷം തന്നെ വാർഷികം ആഘോഷിക്കുന്ന മറ്റ് ഇവന്റ്സ്. ഉദാഹരണം പറയുവാണെങ്കിൽ ഡെക്കാൻ റൈഡ്സ്. ഇപ്പൊ ഡെക്കാൻ റൈഡ്സ് എടുക്കുവാണെങ്കിൽ 1875-ലാണ് ഡെക്കാൻ റൈഡ്സ് നടക്കുന്നത്. അപ്പൊ അതിന്റെ 150-ാം വാർഷികമാണ്. എന്താണ് ഡെക്കാൻ റൈഡ്സിന്റെ കോസസ്? ആരൊക്കെയാണ് മേജർ പാർട്ടിസിപ്പൻസ്? ഏതൊക്കെ ഇന്ത്യൻ സ്റ്റേറ്റുകളിലാണ്, ഇന്നത്തെ ഇന്ത്യൻ സ്റ്റേറ്റുകളിലാണ് അന്ന് ഡെക്കാൻ റൈഡ്സ് നടന്നത്? എന്തായിരുന്നു ഇതിന്റെ സൊല്യൂഷൻ, അല്ലെങ്കിൽ എന്തായിരുന്നു ഇതിന്റെ ഇമ്പാക്ട് ഇന്ത്യയിലെ ഫാർമേഴ്സിന്, അല്ലെങ്കിൽ ഡെക്കാനിലെ അഗ്രികൾച്ചറിന്റെ മുകളിൽ ഈ ഡെക്കാൻ റൈഡ്സിന് ഇമ്പാക്ട് എന്തായിരുന്നു? ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യപ്പെടാം. കാരണം എന്താണ്? 150-ാം വാർഷികമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ആംഗിൾ ആണ് കേസ് ലോസ്. ഇന്ത്യയിലെ വളരെ പ്രമാദമായ പല കേസുകളുടെയും വാർഷികം വരുമ്പോഴത്തേക്കും അതിൽ ഡിസ്കസ് ചെയ്ത പല തീമുകളും യു പി എസ് സി എടുത്ത് ക്വസ്റ്റ്യനിൽ പ്രിലിംസിൽ. 1975 തന്നെയാണ് ഇന്ദിരാഗാന്ധി വേഴ്സസ് രാജ്നാരായൺ എന്ന് പറയുന്ന വളരെ പ്രമാദമായ കേസ് വരുന്നത്. ആ കേസാണ് ആക്ച്വലി എമർജൻസിയിലോട്ട് നയിക്കുന്നത്. അന്നിന്റെയും 50-ാം വാർഷികമാണ് 2025. യു പി എസ് സിക്ക് വേണമെങ്കിൽ ആ കേസ് എടുത്തിട്ട് അതിൽ ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആണ് ചലഞ്ച് ചെയ്യപ്പെട്ടത്, അതിലെ സുപ്രീം കോടതി വേർഡിക്റ്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ ആസ്പെക്റ്റുകൾ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ഇതെല്ലാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ബേസിക് സിസ്റ്ററിന്റെ ഭാഗമായിട്ട് ഈ കേസിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ഇതെല്ലാം യു പി എസ് സിക്ക് ചോദിക്കാം. 50-ാം വാർഷികം ആയതുകൊണ്ട് തന്നെ ഇനിയും അതേ ഒരു കാലഘട്ടത്തിൽ തന്നെ എമർജൻസിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കേസുകളും ഉണ്ട്. 76-ലും ഹേബിയസ് കോർപ്പസ് കേസ് ഉണ്ട്, വളരെ പ്രമാദമായ കേസാണ്. അത്തരം കേസുകൾ എന്തിനെ ഡീൽ ചെയ്തിരുന്നു എന്നുള്ള ഒന്ന് നോക്കി വെക്കുന്നത് വളരെ നല്ലതാണ്.
ഇനി മറ്റ് തീംസിലേക്ക് വരുമ്പോൾ അതേ എമർജൻസിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതേ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ചെറിയ ഇവന്റ്സുകളും UPSC ആംഗിൾ ചിലപ്പോൾ ഇമ്പോർട്ടന്റ് ആകാം. ഉദാഹരണത്തിന് 1976 സുബ്രഹ്മണ്യ സ്വാമിയെ രാജ്യസഭയിൽ നിന്ന് എക്സ്പെൽ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരു മെമ്പറിനെ രാജ്യസഭയിൽ നിന്ന് എക്സ്പെൽ ചെയ്യുന്നത്, എന്താണ് അതിന്റെ പ്രൊവിഷൻസ്, ഇതൊക്കെ വേണമെങ്കിൽ UPSC ചോദിക്കാം. കാര്യം അതും എമർജൻസിയുടെ കോണ്ടക്സ്റ്റിലാണ്, അതിന്റെയും ഒരു 50ാം വാർഷികമാണ്. അപ്പൊ ആ ഒരു എമർജൻസിയുടെ ഒരു ചരിത്രം മാറ്റി നിർത്തിയാൽ ഒരു 100 വർഷം കൂടെ പുറമോട്ട് പോയത് 1875 ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കുന്നത്. അപ്പൊ IMD എന്തിന്റെ അണ്ടറിലാണ്, അല്ലെങ്കിൽ ഒരു ഓട്ടോണമസ് ബോഡി ആണോ, IMDയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്, IMDയുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, IMDയുടെ പോസ്റ്റ് മോഡേൺ ടെക്നോളജീസ് അവർ ഉപയോഗിക്കുന്നത് എന്താണ്, ഡോപ്ലർ വെതർ റഡാർസ് പോലെയുള്ള. അത്തരത്തിൽ IMD ബേസ് ചെയ്തിട്ടും UPSC ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാം. ഇത്തരത്തിൽ 14 ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും അതിൽ നിന്ന് വന്നിരിക്കും. ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 2 മാർക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാം. ഇത്തരത്തിൽ തീം ബേസ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഉദാഹരണത്തിന് 10-30ഓളം തീമുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ ഏകദേശം 25 തീം ഒരു വർഷം ചോദിക്കുകയാണെങ്കിൽ ആ പ്രിലിംസിൽ ഏകദേശം 50ഓളം മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാം. ഈ ഏരിയയിൽ നിന്നായിരിക്കും ഇത് വരുന്നതെന്ന് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. അതിനുവേണ്ടി വെൽ പ്രിപ്പയർഡ് ആയിട്ട് നിങ്ങൾക്ക് പോകാനും പറ്റും. ഞാൻ ഇത്തരത്തിലാണ് ഇതുവരെ നോട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി. വെറുതെ അല്ല, വളരെ കംഫർട്ടബിൾ ആയിട്ട് നല്ലൊരു എഡ്ജ് ഓവർ ദി കട്ട് ഓഫ് വെച്ച് തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ UPSCയുടെ ഇത്തരത്തിലുള്ള ചില ഇഷ്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ പ്രിലിംസ് നമുക്ക് വളരെ അനായാസമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇതേ ഒരു അപ്രോച്ചാണ് ദക്ഷിണ ലേണിംഗ്സും യൂസ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആസ്പിറൻസിന് ഈ അപ്രോച്ച് പ്രിപ്പറേഷൻ ടൈം കുറയ്ക്കാനും വളരെ ഈസി ആയിട്ട് പ്രിലിംസ് പാസ്സാക്കാനും സഹായിക്കും.